17 പൈസ സർചാർജ് വേണമെന്ന KSEB അപേക്ഷ അംഗീകരിക്കാതെ റെഗുലേറ്ററി കമ്മീഷൻ 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയ ബാധ്യത തീർക്കാനാണ് KSEB ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ജനങ്ങളെ എങ്ങനെയൊക്കെ പിഴിയാമെന്ന് നോക്കുകയാണ് KSEB. വല്ലാത്തൊരു ആർത്തിയാണല്ലോ KSEBയുടേതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ സർചാർജ് എത്ര പൈസ കൂട്ടണമെന്നാണ് പറയുന്നത്? 17 പൈസ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സർചാർജിൽ നിന്ന് ഇപ്പോൾ എത്ര പൈസയാണ് കൂട്ടുന്നത്? സന്ധ്യ, ഈ 17 പൈസ സർചാർജ് വേണമെന്ന ഈ പെറ്റീഷൻ ഇത് ഇപ്പോൾ താരിഫ് നിർണ്ണയിക്കുന്നതിന് മുൻപ് റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ ബോർഡ് സമർപ്പിച്ചതാണ്. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി 16 പൈസയുടെ വർധനയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിന് പുറമെയാണ് ഈ സർചാർജ്. ഇപ്പോൾ നിലവിൽ തന്നെ ഒക്ടോബർ മാസത്തിൽ 19 പൈസ യൂണിറ്റിൻ്റെ സർചാർജ് പിരിക്കുന്നുണ്ട്. അതായത് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പുറമെ യൂണിറ്റിന് 19 പൈസ സർചാർജ് കൂടി നമ്മൾ ഓരോരുത്തരുടെയും ബില്ലിലുണ്ടാകും. ഈ 19 പൈസ സർചാർജ് എന്ന് പറയുന്നത് അതിൽ 2 തവണയായാണ് KSEBയുടെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ മുൻപ് അംഗീകരിച്ചിട്ടുള്ളത്. അതായത് 10 പൈസ ആദ്യം അംഗീകരിച്ചു, പിന്നീട് 9 പൈസ അംഗീകരിച്ചു, അങ്ങനെ 19 പൈസ. ഇതിൽ ഈ 9 പൈസ അംഗീകരിച്ചത് അത് ഓരോ തവണ 2024 ഏപ്രിൽ മാസം മുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയതിലുണ്ടായ അധിക ചെലവ് നികത്തുന്നതിന് വേണ്ടിയാണ് ഈ സർചാർജ് KSEB പിരിക്കുന്നത്. അപ്പോൾ ഈ 9 പൈസ എന്നത് 17 പൈസ ആക്കണമെന്നതാണ് റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ KSEB ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രേഖകൾ സമർപ്പിച്ച റെഗുലേറ്ററി കമ്മീഷൻ മനസ്സിലാക്കിയത് ഏപ്രിൽ മാസം മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ സമർപ്പിച്ചിട്ടുണ്ട്. 4 മാസത്തല്ല 3 മാസത്തെ കണക്കാണ് സമർപ്പിക്കേണ്ടത്. മാത്രമല്ല ഒക്ടോബർ വരെയുള്ള കണക്കുകൾ കൂടി നിങ്ങൾ കൊണ്ടുവരൂ. അപ്പോൾ അതുകൂടി പരിശോധിച്ച ശേഷം തീരുമാനത്തിലെത്താൻ സാധിക്കും. ഏതായാലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കണക്കുകൾ വെച്ച് റെഗുലേറ്ററി കമ്മീഷൻ വിലയിരുത്തുന്നത് ഈ ഒക്ടോബർ വരെയുള്ള കണക്ക് കൂടി കിട്ടുമ്പോൾ ചിലവ് ഇനി കുറയാനാണ് സാധ്യത എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 9 പൈസ എന്നുള്ളത് 17 പൈസ ആക്കുകയല്ല, മറിച്ച് 9 പൈസ എന്നുള്ളത് കുറയാനാണ് സാധ്യത എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ബോർഡ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും വിചിത്രം. 9 പൈസ 17 പൈസയാക്കി ഉയർത്തണം. അങ്ങനെ വരുമ്പോൾ സർചാർജ് ഇപ്പോൾ 19 പൈസ എന്നത് 27 പൈസയായി മാറും എന്നുള്ളതാണ്. ഏതായാലും അതിന് അനുകൂലമായ ഒരു നിലപാടല്ല റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കണക്കുകളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും മാത്രമല്ല ഈ കൺസ്യൂമേഴ്സിന് മേൽ, ഉപഭോക്താക്കളുടെ മേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല എന്ന നിലപാടുമാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇന്നത്തെ ഹിയറിംഗിലെല്ലാം തന്നെ പരാമർശിച്ചിട്ടുള്ളത്. കാരണം ഈ അടുത്തിടെയാണ് താരിഫ് വർധന നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ കമ്മീഷൻ ഒരു വർധനയ്ക്ക് അനുകൂലമല്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ആകത്തുക. ശരി പ്രശാന്ത്, എന്തായാലും ബാധ്യതയും ഈ കണക്കുകളും ഒക്കെ നിരത്തുകയാണ് KSEB. അങ്ങനെ എങ്ങനെയൊക്കെ ജനങ്ങളെ പിഴിയാമെന്ന് നോക്കുകയാണ്. 9 പൈസയിൽ നിന്ന് 17 പൈസ സർചാർജ് കൂട്ടണമെന്നാണ് ഇപ്പോൾ KSEBയുടെ ഭാഗത്ത് നിന്ന് വരുന്ന. ഏത് തരത്തിൽ വന്നാലും ജനങ്ങൾക്ക് ഭാരം തന്നെയാണ്.